കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ ലഹരിവേട്ടയിൽ പ്രധാന പ്രതി പിടിയിലായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറിൽ പുതുതായി എത്തുന്നത്. 3ാം വർഷ വിദ്യാർത്ഥി അനുരാജാണ് പിടിയിലായിരിക്കുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, അനുരാജ് എവിടെ നിന്നാണ് പിടിയിലായിരിക്കുന്നത്? എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? സഹിൻ. ലക്ഷ്മി, ഇയാള് കൊല്ലം സ്വദേശിയാണ്. ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നലെ മുതൽ തന്നെ പോലീസ് ഊർജിതമാക്കിയിരുന്നു. ഇന്നലെ പിടിയിലായ പൂർവ്വ വിദ്യാർത്ഥികളുടെ അവരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. മാത്രമല്ല, ഇയാളാണ് ലഹരി വാങ്ങുന്നതിന് വേണ്ടിയുള്ള പണം ഈ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് നൽകിയത്. ഇവരുടെ അക്കൗണ്ടിലേക്ക് ഇയാൾ പണം നൽകുകയായിരുന്നു. പിന്നീട് ഇപ്പോൾ പിടിയിലാകാനുള്ള അന്യ സംസ്ഥാനക്കാരന്റെ മൊബൈലിലേക്കും ഇയാൾ പണം ഇട്ടു നൽകിയെന്നുള്ളതാണ്, ഈ ഗൂഗിൾ പേ വഴി പണം നൽകിയെന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ പ്രതി ഇപ്പോൾ പിടിയിലായപ്പോൾ പോളിടെക്നിക് വഴി ലഹരി കടത്തിയ അല്ലെങ്കിൽ ലഹരി സൂക്ഷിച്ച കേസിലെ പ്രതികളിൽ പ്രധാനിയാണ് പിടിയിലായിരിക്കുന്നത്. കൊല്ലം സ്വദേശി അനുരാജ്. ഇയാൾ പോളിടെക്നിക്കിലെ 3ാം വർഷ വിദ്യാർത്ഥിയാണ്. ഇയാളുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ലഹരി എത്തിച്ചിരുന്നത്. 4 കിലോ കഞ്ചാവ് ഇവിടേക്ക് എത്തിച്ചു. എന്നാൽ 2 കിലോ മാത്രമേ പോലീസിനെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ശേഷിക്കുന്ന 2 കിലോ ഇയാൾ വിൽപ്പന നടത്തിയെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. എന്തായാലും ഇന്നലെ പിടിയിലായ പ്രതികൾ നൽകിയ ഒരു മൊഴി അതാണ് നിർണായകമായി മാറിയത്. മാത്രമല്ല, ഇയാളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇയാൾ ആലുവ എടയാർ ഭാഗത്തുണ്ടായിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചു. ഇന്നലെ ഇയാളെ പോലീസ് പിന്തുടർന്നെങ്കിലും പിടികൂടാൻ കഴിഞ്ഞില്ല. ഇന്ന് കൊല്ലത്ത് നിന്ന് തന്നെയാണ് ഈ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പോളിടെക്നിക് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പിടിയിലാവുന്ന 4ാമത്തെ പ്രതിയാണ് ഇയാൾ. അതായത് 2ാമത്തെ കേസ് രജിസ്റ്റർ ചെയ്ത 2ാമത്തെ കേസിലാണ് 4 പ്രതികൾ പിടിയിലാകുന്നത്. ഇനി ഇവർക്ക് ഈ കഞ്ചാവ് നൽകിയ അന്യ സംസ്ഥാനക്കാരൻ കൂടി പിടിയിലാകാനുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പോളിടെക്നിക്കിൽ വലിയ രീതിയിലുള്ള ലഹരിയുടെ ഉപയോഗവും വിൽപ്പനയും ഉണ്ടായിരുന്നതായി പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ പ്രധാന പ്രതി പിടിയിലായിരിക്കുന്നത്. ലക്ഷ്മി, ഇപ്പോൾ എത്ര പേരാണ് പോലീസിന്റെ പിടിയിലുള്ളത്? കഴിഞ്ഞ ദിവസം 2 പൂർവ്വ വിദ്യാർത്ഥികൾ പിടിയിലായിരുന്നു. ആദ്യ ദിവസം രേഖപ്പെടുത്തിയ അറസ്റ്റുകൾ, അതിന് പിന്നാലെ ഇപ്പോൾ മുഖ്യപ്രതിയും പിടിയിലായിരിക്കുന്നു. ആകെ എത്ര പേരാണ് പോളിടെക്നിക് ലഹരി കേസിൽ പോലീസിന്റെ കൈവശമുള്ളത്? ലക്ഷ്മി, പോളിടെക്നിക് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 കേസുകളായിരുന്നു പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഒന്ന് 9 ഗ്രാം വീതം കഞ്ചാവ് സൂക്ഷിച്ച കേസായിരുന്നു. അതിൽ SFI നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളെ പിന്നീട് പോലീസ് ജാമ്യത്തിൽ വിടുകയും ചെയ്തു. 2ാമത്തെ കേസ് എന്ന് പറയുന്നത് 1 കിലോ 900 ഗ്രാം സൂക്ഷിച്ച കേസാണ്. അതിലാണ് ആകാശ് എന്ന് പറയുന്ന വിദ്യാർത്ഥി അറസ്റ്റിലായത്. അയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും അയാളുടെ ഫോൺ കോളുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും പോലീസ് പിന്നീട് പരിശോധന നടത്തുകയായിരുന്നു. ഈ പരിശോധനയിൽ 2 പേർ കൂടി, അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായ ആലുവ സ്വദേശികളായ 2 പേർ കൂടി പിടിയിലാകുന്നു. അവർ സെം ഔട്ടായ വിദ്യാർത്ഥികളായിരുന്നു. അവരുടെ ഫോൺ കോൾ വിവരങ്ങളും ഒപ്പം തന്നെ അവർക്ക് പണമിട്ട് നൽകിയവരെയും കുറിച്ച് പോലീസ് അന്വേഷണം നടത്തി. ഇതിലാണ് ഇപ്പോൾ അനുരാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥി കൂടി പിടിയിലായിരിക്കുന്നത്. ഇയാൾ 3ാം വർഷ വിദ്യാർത്ഥിയാണ്. ഇയാളാണ് ഈ ലഹരി മരുന്ന് കേസിലെ പ്രധാന പ്രതി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലഹരി വാങ്ങുന്നതിന് പണം ഇട്ട് നൽകിയ പ്രതിയാണ് ഇയാൾ. ലക്ഷ്മി, സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പോളിടെക്നിക് ലഹരി കേസിൽ മുഖ്യപ്രതിയാണിപ്പോൾ പിടിയിലായിരിക്കുന്നത്. മുഖ്യ പ്രതിയായിട്ടുള്ള അനുരാജാണിപ്പോൾ പിടിയിലായിരിക്കുന്നത്. കൊല്ലം സ്വദേശിയാണ് ഈ അനുരാജ്. 3ാം വർഷ പോളിടെക്നിക്കിലെ 3ാം വർഷ വിദ്യാർത്ഥിയാണ്.